എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളിന്ന് ഹോണ്ട ആക്ടിവയുടെ റിവ്യൂ ആണ് എടുക്കുന്നത്. സോ ഇത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വില വരുന്നത് 80 സംതിങ് തൗസൻഡാണ് ഷോറൂമിൽ പറയുന്ന പ്രൈസ്. ഇതിൻ്റെ പിന്നെ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടും റിയറും ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ തലക്കേടില്ലാത്ത ബ്രേക്കുകളാണെന്ന് പറയാം. പിന്നെ ടോപ്പ് സ്പീഡൊന്നും ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട, ABS ഒന്നുമില്ല. ഡ്രം ബ്രേക്സ് ആയതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിരിക്കുന്ന വണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ്ട്രീമിൻ്റെ 125 ആണ്. അതിൻ്റെ ഒരു മോണോഷോക്ക് വെച്ച് നോക്കുമ്പം, അതിൻ്റെ ഷോക്ക് അബ്സോർബർ വെച്ച് നോക്കുമ്പം ഇത് നന്നായിട്ട് റോഡിലെ കുഴികളൊക്കെ നന്നായിട്ട് അറിയാനുണ്ട്. സോ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഒരു 100 കിലോമീറ്റർ ഡെയിലി ഓടിക്കാനാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കുണ്ടും കുഴിയിലൊക്കെ ഓടിക്കാനാണെങ്കിൽ എടുത്താൽ അത് നന്നായിട്ട് നട്ടെല്ലാം അടിച്ച് കയറുന്നതായിരിക്കും. സോ അതിനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഷോക്ക് അബ്സോർബറുള്ള ഒരു വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തലക്കേടില്ലാത്ത ബ്രേക്സ്. ബാക്ക് ബ്രേക്കാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ബ്രേക്സ് ജസ്റ്റ് ഒന്ന് തേരിയുടെ അവിടെ വെച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി ഇത് വരുന്നുണ്ട്, സ്റ്റാൻഡ് കട്ട് ഓഫ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം വണ്ടി ഓണായി കിടക്കുമ്പം നമ്മളിപ്പോൾ സ്റ്റാൻഡ് ഇടുകയാണെങ്കിൽ വണ്ടി തന്നെ ഓഫായി പോകും. കൂടാതെ സ്റ്റാൻഡ് ഇട്ടിട്ട് ഓണാക്കാനും പറ്റത്തില്ല. ഇതിനകത്ത് സെൻസർ വരുന്നുണ്ട് സ്റ്റാൻഡിനകത്ത്. പിന്നെ ഇത് നല്ല അടിച്ച് കയറുന്നുണ്ട് നട്ടല്ല കേട്ടോ. ഇത് റോഡിലെ ഓരോ ചെറിയ കുണ്ടും കുഴികളും എല്ലാം നന്നായിട്ട് അടിച്ച് കയറുന്നുണ്ട് എൻ്റെ ബാക്കിൽ. എനിക്ക് പറ്റിയ വണ്ടിയല്ല ഇത് ജസ്റ്റ് ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്, വീട്ടുപകാരം. ഇപ്പം സ്റ്റാൻഡ് നമ്മൾ ഇടുകയാണെങ്കിൽ വണ്ടി കട്ട് ഓഫായി. ഇനി ഇതിപ്പോൾ ഓണാക്കാനും പറ്റില്ല. സ്റ്റാൻഡ് കിടന്നാൽ മാത്രമേ, സ്റ്റാൻഡ് ഇട്ടാൽ മാത്രമേ വണ്ടി ഓണാക്കാൻ പറ്റുള്ളൂ. സോ തലക്കേടില്ലാത്ത വണ്ടി. ഇതിനകത്ത് എൻ്റെ നേരത്തെ ഇരുന്ന സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു ഡിയോയുടെ DLX BS6-ൻ്റെയാണ്. അത് എൻജിൻ കംപ്ലൈൻ്റ് ആയി അതങ്ങ് പോയി. അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബറിനെ കുറിച്ച് പറയണമെങ്കിൽ അത് ഭയങ്കര മോശമാണ്. റോഡിലെ കുഴികളെല്ലാം നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഓൾറെഡി എല്ലാ ആക്സിഡൻറ്റിൽ വീഴുമ്പം ഇടുന്ന ഗാർഡ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. സോ നമുക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം ഞാൻ. സോ ഇതാണ് വണ്ടി, ആക്റ്റീവയാണ്. നമുക്ക് പണ്ട് മുതലേ കണ്ടുവരുന്ന വണ്ടി തന്നെയാണ് ഹോണ്ട ആക്റ്റീവ. ഫേമസ് ആയ വണ്ടി, നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹോണ്ട ആക്റ്റീവ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ജസ്റ്റ് അറിയാമല്ലോ, ജസ്റ്റ് വീട്ടുപകരവും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഈ വണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് സ്പീഡ് എടുക്കുന്നതെങ്കിൽ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും റിയറും ഫ്രണ്ടും ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇതിനകത്ത് ടോപ്പ് സ്പീഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നേരെ ഉള്ളപ്പോൾ തന്നെ സ്കിഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുക. കാരണം ഉറപ്പായിട്ട് സ്കിഡ് ചെയ്തിരിക്കും. കാരണം ABSO അങ്ങനെ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് എനിക്ക് നല്ല നട്ടെല്ലാം അടിച്ച് കയറുന്നുണ്ട്. ഈ വണ്ടി എനിക്ക് അധികം ഓടിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്ട്രീമിൻ്റെ 125 എടുത്തത്. അതിൻ്റെ ആ ഷോക്ക് അബ്സോർബർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇതേപോലെ അടിച്ച് കയറുന്നില്ല. സത്യമായിട്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്കൂട്ടേഴ്സൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അധികം കൂടിപ്പോയാൽ ഒരു 10-20 കിലോമീറ്റർ, അതിൽ കൂടുതൽ ഓടിച്ചാൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ വരും. പിന്നെ അത്യാവശ്യത്തിന് പവറൊക്കെ ഉണ്ട് വീട്ടുകാര്യങ്ങൾക്കോ. ഇപ്പം ഞാനാണെങ്കിൽ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഉള്ള റിവ്യൂ ആണ് ഇത്. ആക്ച്വലി ഞാൻ അച്ഛന് കൊടുത്ത വണ്ടിയാണിത്. എൻ്റെ നേരത്തെ ഇരുന്ന വണ്ടി വെച്ചിട്ട് എടുത്തതാണിത്. സോ മറ്റ് ഹോണ്ടയുടെ DLX BS6 വെച്ച് നോക്കുമ്പം ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ നല്ല നന്നായിട്ട് ഷോക്ക് അബ്സോർബ് ചെയ്തിടുന്നത്. പിന്നെ
ഇതിനകത്ത് ഡിജിറ്റൽ ഇതാണ് ഡിജിറ്റൽ അല്ല അനലോഗാണ് വരുന്നത് ഇതിൻ്റെ മീറ്റർ. ഇവിടെ ഫ്യൂവൽ ഇൻഡിക്കേറ്ററും ഇവിടെ സ്പീഡോ മീറ്ററുമാണ് വരുന്നത്. സോ ഇത് രണ്ട് ബേസിക് കാര്യങ്ങളുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈറ്റ്സും. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക സ്റ്റാൻഡിൻ്റെ ഈ ലൈറ്റ് മാത്രമേ ഇല്ല. എൻജിൻ ലൈറ്റ് ഉണ്ട്, ഹൈ ബീം ലൈറ്റ് ഉണ്ട്, പിന്നെ 2 ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഈ അനലോഗ് മീറ്റേഴ്സിൽ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇത് പിന്നെ ചെറിയൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയും കൂടെ ആയതുകൊണ്ട് ഇതിപ്പോൾ 2200 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞായിരുന്നു. കുഴപ്പമില്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പറയുകയാണെങ്കിൽ തലക്കേടില്ലാത്ത ഹെഡ്ലൈറ്റ്. മറ്റേ എൻ്റെ ഇരുന്ന DLX വെച്ച് നോക്കുമ്പം അതിനേക്കാളും നല്ല ബെറ്റർ ആണെന്ന് പറയാം ഇത്. പിന്നെ ഇതൊന്നും ഇങ്ങനെ ചെറുതൊരു ആടുന്നുണ്ട്. പുതിയ വണ്ടിയാണ്. എന്താ തലക്കേടില്ലാത്ത ഹെഡ്ലൈറ്റാണ്. ഇതാണ് ഹോണും പിന്നെ തലക്കേടില്ല. ഇതൊക്കെ മതി. എനിക്ക് പിന്നെ നല്ല ബാക്ക് പെയിൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോട്ടെ. കുറച്ച് നേരത്തേക്ക് ഞാൻ എടുക്കാൻ വേണ്ടി എടുത്തേ. എനിക്ക് ഈ വണ്ടികളൊന്നും എനിക്ക് പറ്റത്തില്ല, നല്ല ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട്. മറ്റു വണ്ടിയൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല സുഖമെന്ന് തന്നെ പറയാം. പിന്നെ ഇതിനകത്ത് മൈലേജ് കമ്പനി പറയുന്ന ഒരു 50ആണ്. പിന്നെ ഓട്ടിക്കുന്ന ആൾ പറയുന്നു ഒരു 55 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടോ പറയാം. അല്ല 55-56 കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കമ്പനി പറയുന്ന 50ആണ്. മിക്കവാറും അതിനും താഴ്ന്നായിരിക്കും കിട്ടുന്നത്. അറിയത്തില്ല. കിട്ടിയാൽ കിട്ടി, ഭാഗ്യം. പറയാൻ ഇപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ വണ്ടീനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് അധികമൊന്നും പറയാനൊന്നുമില്ല. ഫ്രണ്ട് സെക്ഷനും ബാക്ക് സെക്ഷനും 90യുടെ ടയറാണ് വരുന്നത്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.